കുറേ 2 ക്യാപ്റ്റന്മാർ ടീമിൻ്റെ മാനേജ്മെൻറ്റ് ആരായിരുന്നത് എനിക്കറിയില്ലല്ലോ, എനിക്ക് നിങ്ങളെ അറിയാം. ടീമിൻ്റെ മാനേജർ അമ്പയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പാസ് ചെയ്തിരിക്കണം. കളി സെമി ഫൈനലൊക്കെ ഭയങ്കര ക്രൂഷ്യലാണിപ്പോൾ. ഇഞ്ചോടിഞ്ച് വിടാത്ത കളി എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പ് അങ്ങനെ നടക്കും പോലെയാണ് ഇപ്പോൾ പിള്ളേർ കളിക്കുന്നത്. പ്രശ്നം വരുമ്പോൾ ആരും വിടില്ല. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ടീമിനെ റിട്ടേൺ വിളിക്കുക പരിപാടി. DLS ഫ്രണ്ടിലാണെങ്കിൽ പോലും കളി വാക്കൗട്ട് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്? എതിർ ടീമിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. അറിയാമല്ലോ, റൂൾ അറിയാമല്ലോ, ലോകം മൊത്തം ആ റൂള് തന്നെയാണ്. പിന്നീട് വന്ന് കരഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ ഈ ബുധനാഴ്ച നടന്ന ഫൈനൽ ഭയങ്കര ക്രൂഷ്യലാണ്. ഇരുട്ടായി, ടൈം ലേറ്റായതിനു ശേഷം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞു. കളി കണ്ടിന്യൂ ചെയ്യണം, പ്രതീക്ഷിക്കാതെ വിക്കറ്റ് വീണു. DLS വളരെ മുമ്പിലാണ് വീണവർ. പക്ഷേ ഒരു ഔട്ടിൻ്റെ ചെറിയ പേരിൽ ഇഷ്യൂസ് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അമ്പയർ ഫാൾട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രഷറായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഗ്രൗണ്ടിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോയാൽ എതിർ ടീമാണ് വിജയം. ഞാൻ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തു. പിന്നെ ഈ DLS എടുത്തുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. DLS എത്ര റണ്ണ് ഫ്രണ്ടിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിന് കോംപ്രമൈസ് ഇല്ലയെന്ന് കൃത്യമായിട്ടും അറിയാമല്ലോ. കഴിഞ്ഞ കളിയിൽ സംഭവിച്ചുകൊണ്ടാണ് ഈ വിഷയം തുറന്നതാ പറയണത്. മറ്റെന്ത് ഇഷ്യൂസ് നമുക്ക് നിൽക്കാം. അമ്പേഴ്സ് ജോലിയും കയറും. പിന്നെ ബാക്കിയുള്ള സംഘാടക കയ്യിലോട്ടാണ് ഇത് പോകുന്നത്. ഞങ്ങളുടെ ഡിസിഷൻ പറയും. മറ്റൊരു വിജയമായിട്ട് പ്രഖ്യാപിക്കുക DLS എടുത്തുകൊണ്ടൊന്നും ഞാൻ അനുവദിച്ചിട്ടില്ല, ഞാൻ അനുവദിക്കുകയില്ല. കാരണം ആസ് പെർ ദ റൂൾ ഒരാൾ നിങ്ങൾ വിഡ്രോ ചെയ്ത് പോകണമെങ്കിൽ, അതായത് നീ വിഡ്രോ ചെയ്ത് പോകണമെങ്കിൽ എതിർ ടീം വിജയിയാണ്. വിഡ്രോ ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് കയറുക എന്ന് പറയുന്ന പരിപാടി എന്ത് ക്രിട്ടിക്കൽ ഉണ്ടെങ്കിലും ചെയ്യരുത്. പ്രത്യേകിച്ച് ഫൈനലിലൊക്കെ ഒരു അത്ര സെൻസ് ഇല്ലാത്ത കോച്ചാണ് തിരിച്ച് വിളിച്ച പിള്ളേരെ. എന്നിട്ട് DLS എടുത്തുകൊണ്ട് വേണം 23 റൺ വരെ നമ്മൾ ഫ്രണ്ടിലെന്ന് ആയിക്കോട്ടെ. അതുകൊണ്ട് വാക്കൗട്ട് എന്ന് പറയുന്ന സാധനം വളരെ ആലോചിച്ച് ചെയ്യാവും. പ്രത്യേകിച്ച് നമുക്കൊരു ലീഗ് മാച്ചൊക്കെ ആണെങ്കിൽ നിൽക്കും, പിന്നെ പോയിൻ്റൊക്കെ വെച്ച് പിടിച്ചെടുക്കാം. ഫൈനലൊക്കെ ടൂർണമെൻറ്റിൽ ഒരിടവും ചെയ്യാൻ പാടില്ല. ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും സംശയമുണ്ടോ ഈ വിഷയത്തിൽ? ഇത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച അത്രയും പ്രശ്നമായി. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പെട്ടപ്പാട് നമുക്കറിയാം. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും, ഞാനെൻ്റെ റൂളിൽ നിൽക്കേ ഉള്ളൂ. ബാക്കിയൊക്കെ സംഘാടന കാര്യമാണ്. നിങ്ങളുടെ കോച്ചുമാരുടെ അടുത്തും പറഞ്ഞ്, നിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് നിങ്ങൾ എവിടെ പോയാലും പാലിക്കേണ്ട ഒരു വിഷയമാണ്. കോച്ചുമാർക്കാണ് പ്രശ്നം. പരസ്പരം പ്രതീക്ഷിക്കാതെ കളി കയ്യിൽ നിന്ന് പോകുന്നു, തിരിച്ച് മിഡിലിൽ പയ്യന്മാർ ബാറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, തിരിച്ച് കളി കണ്ടിന്യൂ ചെയ്യുന്നു, അല്പം ഇരുട്ടുന്നു, അപ്പോൾ പിന്നെ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു. കളി തുടരാമെന്ന് നിങ്ങളെ സമ്മതിക്കുമ്പോഴാണ് നമ്മൾ തുടരണം. അല്ലെങ്കിൽ നമ്മൾ 6:15 ലൈറ്റ് മുമ്പ് വിളിക്കും. അല്ല, ഓവറൊക്കെ ഇനി കുറയ്ക്കും. ഇനിയിപ്പോൾ ചോദ്യം പറച്ചിലൊന്നുമില്ല, നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ്. അവർ സംഘാടകർ പറഞ്ഞ് ഫുൾ ഓവർ കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മളങ്ങ് കൊടുത്തു. പക്ഷെ അത് ഇരുട്ടിയപ്പോൾ പണി കിട്ടി. അത് പിന്നീട് ഇഷ്യൂസായി മാറി പിന്നെ കളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നപ്പോൾ കോച്ചുമാർ തമ്മിൽ അവർ എല്ലാവർക്കും കപ്പല്ലേ, കപ്പ് അല്ലേ, അത് ഇഷ്യൂസായി. അമ്പയറിൻ്റെ ഡിസിഷൻ മേക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർ അതിനെ എതിർത്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു. ഈ ഒരു വിഷയം ഫൈനലിൽ നിന്ന് ബുധനാഴ്ച സംഭവിച്ചതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്, പറഞ്ഞ് റെക്കോർഡ് ചെയ്തത്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ മാനേജ്മെൻറ്റിൽ പറഞ്ഞോളൂ. ഏത് ടൂർണമെൻറ്റിൽ പോകുമ്പോഴും വേറെ ഓപ്ഷനൊന്നുമില്ല. ഫൈനൽ ഓപ്ഷൻ ഇങ്ങനെ പോകുന്നത്. ഡിസിഷൻ ഞങ്ങളുടെയാണ്. ഞങ്ങളുടെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഈ ഡിസിഷൻ കഴിഞ്ഞ് മാറിയെങ്കിൽ ബാക്കി സംഘാടകർ ഇഷ്ടമാണ്. അത് നമ്മളെ ജോലിയല്ല. ഞാനത് ഇല്ല, ഒരിക്കലും റീമാച്ച് വരില്ല. നിങ്ങൾ വാക്കൗട്ട് ചെയ്താൽ എതിർ ടീമും വിജയിച്ചു. വാക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസ്കരിക്കുക മലയാളത്തിൽ അല്ലേ? ഞാനിത് വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞത് അതാണ് ചോദിക്കുന്നത്. പിന്നീട് ഒരു റീമാച്ചോ ഒന്നുമില്ല. എതിർ ടീം ജയിച്ചു. DLS ഫ്രണ്ടിൽ കാര്യമുണ്ടോ? DLS എടുത്തു കഴിഞ്ഞാൽ കളി കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞത്, ഇരുട്ടുമ്പോൾ നമ്മൾ നിങ്ങളെ സംബന്ധിച്ച കളി തുടരും. പക്ഷേ എന്നിട്ട് വിക്കറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നിങ്ങൾ ജയിക്കാൻ നിൽക്കുന്ന കളി ഇവർ പിടിക്കുമ്പോൾ പിന്നെ അങ്ങ് സ്വഭാവം മാറും. അപ്പോൾ ആര് കമ്പനിയില്ല, ഒന്നുമില്ല. ഇത് വീണ്ടും ഞാൻ ഓർമ്മിച്ച് ക്ലിയർ ചെയ്ത് പോകണേ. ക്ലിയർ ആയല്ല, നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. ഏത് ടൂർണമെൻറ്റിന് പോയാലും ഓർമ്മിക്കുക, ടോസ് ചെയ്യാം. ആര് വിളിക്കണേ? നീ വിളിക്കണേ. അപ്പോൾ നീ സ്പിൻ വെയിറ്റ് ഇതാ കിട്ടോ, എടുക്കല്ലേ. ഇതാ ടോസ് നോക്ക്, കറക്റ്റായല്ല? ഓക്കെ.